ഹലോ, വെൽക്കം ടു ലേൺ നൗ. അപ്പം നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 3 മാരത്തൺ ആണ്. അതിലൊരു ആദ്യത്തെ ഒരു 10 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം, ഇനി ബി ജി ടി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കളക്ടർ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 10 കിലോ ഓമും എമിറ്റർ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 50 ഓമും ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ എന്താണെന്ന് ചോദിക്കണം. ആ ബി ജി ടി ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് AD is equal to RC divided by RC. അതായത് കളക്ടർ റെസിസ്റ്റൻസിന്റെ ഗെയിൻ ഡിവൈഡ് ബൈ എമിറ്റർ റെസിസ്റ്റൻസിന്റെ ഗെയിൻ RE ആണ്. RC ഡിവൈഡ് ബൈ RE ആണ് നമുക്ക് വരിക. RE ആണ് വരിക. ഓക്കെ, which is equal to എന്താ വരിക? 10,000 തന്നിട്ടുണ്ട്. 10 കിലോ ഓം ആണ്. അപ്പോൾ 10 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ RE എന്ന് പറയുന്നത് 50 ആണ്. അത് 0.2 ഇൻറ്റു 10⁻³ വരുമ്പോൾ 200 ആണ് നമുക്ക് ഗെയിൻ യൂണിറ്റില്ല അല്ലെ. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഹാസ് എ CMRR ഓഫ് 80 ഡെസിബൽ. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ CMRR എന്ന് പറയുന്നത് 80 ഡെസിബൽ തന്നിട്ടുണ്ട്. CMRR in terms of decibel ആണ് 80 decibel ആണ്. What is the ratio of differential gain to common mode gain? നമുക്കറിയാം CMRR ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ ആണ്. which is ഇതാണ് CMRR ഇതിന്. പക്ഷെ ഇതിനെ in terms of decibel ആക്കുമ്പോഴാണ് 80 decibel ആവുക. ഓക്കെ, അപ്പൊ CMRR in decibel നമുക്ക് എന്താ, അതായത് which is equal to 20 log CMRR. CMRR എന്ന് പറയുന്നത് AD by AC ആണ്. 20 log CMRR ആണ് നമുക്ക് തന്നിരിക്കുന്നത് 80 ഡെസിബൽ എന്ന് പറയുന്നത്. ഓക്കെ, 20 log CMRR അഥവാ 20 log AD by AC ആണ് എന്ത്? 80 ഡെസിബൽ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് AD by AC കണ്ടുപിടിച്ചൂടെ? അപ്പൊ 20, അപ്പൊ എന്ത് ചെയ്താൽ മതി? 10 to the power അതിന്റെ ആന്റി ലോഗ് എടുത്താൽ മതിയല്ലോ. അപ്പൊ എന്ത് വരും? ലോഗ് AD by AC എന്ന് പറയുന്നത് 80/20 ആണ്. which is equal to 4 വരും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ AD by AC കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 10 to the power 4 ആന്റി ലോഗ് എടുത്തു അല്ലെ. which is equal to 10,000. 10,000 ആണ് നമുക്ക് ആൻസർ വരാം. ഓപ്ഷൻ സി. ചിലപ്പോൾ 10⁻⁴ അങ്ങനെയും ഓപ്ഷനിൽ ചോദിക്കാം. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദ ഐഡിയൽ ഇൻപുട്ട് ഇംപീഡൻസ് ഓഫ് ആൻ ഓപ്പാമ്പ്? ഒരു ഓപ്പാമ്പിന്റെ ഐഡിയൽ ഇൻപുട്ട് ഇംപീഡൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കണം. ഐഡിയൽ ആണ്. 0, വെരി ലോ, 10 കിലോ ഓം, ഇൻഫിനിറ്റ്. അപ്പോൾ ഒരു ഐഡിയൽ ഓപ്പാമ്പ് ഡസ് നോട്ട് ഡ്രോ ഇനി കറണ്ട് അറ്റ് ഇൻപുട്ട്. അതിന്റെ ഇൻപുട്ടിൽ അത് ഒരിക്കലും ഒരു കറണ്ടും ഡ്രോ ചെയ്യുന്നില്ല. ഒരു കറണ്ട് അവിടെ ഡ്രോ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അവിടെ കറണ്ട് ഡ്രോ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് അവിടെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഐഡിയൽ കേസ് ആയതുകൊണ്ട്, അതായത് ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആണ് വരിക. പക്ഷെ ഐഡിയൽ കേസ് ആയതുകൊണ്ട് അത് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപീഡൻസ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Which of the following op-amp configurations provides unity gain? താഴെ തന്നിരിക്കുന്ന കോൺഫിഗറേഷൻസിൽ യൂണിറ്റി ഗെയിൻ തരുന്നത് ആരാണ്? ഇൻവേർട്ടിംഗ് ആണോ, നോൺ ഇൻവേർട്ടിംഗ് ആണോ, വോൾട്ടേജ് ഫോളോവർ ആണോ, കമ്പാരറ്റർ ആണോ, ഏതാ വരിക? അപ്പൊ ഇതിൽ നമുക്ക് വോൾട്ടേജ് ഫോളോവറിലാണ് യൂണിറ്റി ഗെയിൻ തരാം. നമുക്കറിയാം വോൾട്ടേജ് ഫോളോവർ പറയുമ്പോൾ ഇൻപുട്ട് വരുന്നത് അതേ വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ ഫോളോ ചെയ്യുക. അപ്പൊ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് തന്നെ അതിന്റെ വോൾട്ടേജ് ഗെയിൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയിരിക്കും. ഐഡിയൽ കണ്ടീഷനിൽ അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. പക്ഷെ പ്രാക്ടിക്കൽ കണ്ടീഷനിൽ കറക്റ്റ് 1 വരില്ല. 1നേക്കാൾ തൊട്ട് താഴെയുള്ള വാല്യൂ ആയിരിക്കും വരും, കുറച്ച് താഴേക്കുള്ള വാല്യൂ ആയിരിക്കും വരും. അപ്പോൾ ഏത് കോൺഫിഗറേഷൻ ആണ് യൂണിറ്റി ഗെയിൻ കൊടുക്കുക ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് വോൾട്ടേജ് ഫോളോവർ ആണ്. ഈ വോൾട്ടേജ് ഫോളോവർ ആണ് ബഫർ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ബഫർ ആയിട്ടൊക്കെ നമുക്ക് ചില സർക്യൂട്ടുകൾ വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വോൾട്ടേജ് ഫോളോവർ നമ്മൾ അവിടെ യൂസ് ചെയ്യും. അവിടെ ഗെയിൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യും ഈ പറയുന്ന ബഫർ സർക്യൂട്ട്. ഓക്കെ, ഏതാ അവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വോൾട്ടേജ് ഫോളോവർ. The closed loop gain of an op-amp with negative feedback is generally. ഒരു ഓപ്പാമ്പിന്റെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈക്വൽ ടു ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണോ, ലോവർ ദാൻ ദ
ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണോ, ഹയർ ദാൻ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണോ, സീറോ ആണോ, എങ്ങനെയാണ് വരിക? നമുക്കറിയാം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലൂപ്പ് ഗെയിൻ എങ്ങനെ വരിക? എ ബി ബൈ 1 പ്ലസ് എ ബി ബൈ 1 പ്ലസ് എ ബിറ്റ അല്ലേ? അങ്ങനെയല്ലേ വരിക? 1 പ്ലസ് എ ബി ബൈ 1 പ്ലസ് എ ബി. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? അവിടെ നെഗറ്റീവില് അവിടെ എങ്ങനെയായിരിക്കും വരിക? വെച്ച് സ്ലോവർ ദാൻ, ഈ ശരിക്കുള്ള ലൂപ്പ് ഗെയിനേക്കാളും കുറച്ചുകൂടെ കുറയാണ് ഇങ്ങനെ വന്നാൽ പറ്റും അല്ലേ? അപ്പോൾ 1 ബൈ അത്രയും വാല്യൂ അവിടെ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസസ് ദ ഗെയിൻ ഫ്രം ദ ഓപ്പൺ ലൂപ്പ് വാല്യൂ വിച്ച് ഇസ് വെരി ഹൈ ടു എ സ്റ്റേബിൾ കൺട്രോൾഡ് ക്ലോസ് ലൂപ്പ് ഗെയിൻ ആക്കും. ഓക്കെ, അപ്പൊ എന്താ വരിക? അപ്പൊ ക്ലോസ് ലൂപ്പ് ഗെയിൻ ഒക്കെ നോക്കാം വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ജനറലി എന്താണ്? ലോവർ ദാൻ ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. അതുകൊണ്ടാണ് അത് എന്ത് പറയുന്നത്? നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് കൂടുതലാണെന്നുണ്ടെങ്കിലോ ഹയർ ദാൻ ഓപ്പൺ ലൂപ്പ് ഗെയിൻ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. Which parameter of op-amp indicates its ability to reject noise present on both inputs? ഒരു op-ampന്റെ ഏത് പാരാമീറ്റർ ആണ് which indicates the ability to reject noise present? രണ്ട് ഇൻപുട്ടിൽ നമുക്കറിയാം op-amp എന്ന് പറയുമ്പോൾ രണ്ട് ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അങ്ങനെ ആയിരിക്കുമല്ലോ അത് സ്ട്രക്ചർ വരുന്നത് അല്ലേ? അങ്ങനെയാണ് വരിക. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ടെർമിനൽസ് ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന രണ്ട് ഇൻപുട്ടിലും വരുന്ന നോയ്സിനെ റിജക്റ്റ് ചെയ്യുന്നത് ഓപ്പാമ്പിന്റെ ഏത് പാരാമീറ്റർ ആണ്? റിജക്റ്റ് ചെയ്യണമെന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഏത് പാരാമീറ്റർ ആണ്? സ്ലീവ് റേറ്റ്, CMRR, ഗെയിൻ, ഓഫ്സെറ്റ് കറണ്ട്. അപ്പോൾ CMRR ആണ്. അതായത് CMRR എന്ന് പറയുന്നത് വിച്ച് ഈസ് എബിലിറ്റി ടു റിജക്റ്റ് സിഗ്നൽസ് കോമൺ ടു ബോത്ത് ഇൻപുട്സ് ടിപ്പിക്കലി നോയ്സ്. അപ്പൊ ഈ പറയുന്ന രണ്ട് ഇൻപുട്ടിലേക്കും വരുന്ന നോയ്സിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്, ആ ഒരു ഫംഗ്ഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരാണ്? CMRRന്റെ വാല്യൂ വെച്ചിട്ടായിരിക്കും. ഓപ്ഷൻ സി ആണ്. CMRR എന്ന് പറയുന്ന പേരെന്താ? ഫുൾ ഫോം എന്താ? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. കോമൺ ആയിട്ട് വരുന്നതിനെ റിജക്ഷൻ ചെയ്യുന്നത് എത്രത്തോളം നന്നായിട്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ CMRR അഥവാ common mode rejection ratio എന്ന് പറയുന്നത് it is the ratio of differential mode gain to common mode gain ആണ്, and it is the ability of the op-amp to reject the signals common to both inputs. രണ്ട് ഇൻപുട്സിനും കോമൺ ആയിട്ടുള്ള ആ ഒരു സിഗ്നൽസിനെ റിജക്ട് ചെയ്യുന്ന എബിലിറ്റി ആണ് എന്ത്? CMRR. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ട്രാൻസ്കണ്ടക്ടൻസ് ആംപ്ലിഫയർ ഹാസ് എ ഗെയിൻ GM is equal to 1 milliampere by volt. നമുക്ക് തന്നിട്ടുണ്ട് ട്രാൻസ്കണ്ടക്ടൻസ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് GM is equal to 1 milliampere by volt ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട് if Vin is equal to 3 volt? അപ്പൊ നമുക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട് Vin is equal to 3 volt വന്നിട്ടുണ്ട്. നമുക്ക് ട്രാൻസ്കണ്ടക്ടൻസ് ആംപ്ലിഫയറിന്റെ ഗെയിൻ GM എന്ന് പറയുന്നത് 1 milliampere by volt വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 × 1 milliampere per volt ആണ്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 3 volt ഇൻറ്റു ഇങ്ങനെ വരുമ്പോൾ 3 milliampere ആണ് നമുക്ക് ആൻസർ തരാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ട്രാൻസ്കണ്ടക്ടൻസ് ആംപ്ലിഫയറിന്റെ ഗെയിനും അതിന്റെ ഇൻപുട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I0 is equal to GM into Vin ആണ്. അതിന്റെ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലായിട്ട് മതി. ഓക്കെ, an op-amp has an input offset voltage of 2 millivolt. നമുക്ക് ഒരു op-ampന്റെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 millivolt ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണം. ഔട്ട്പുട്ട് ഈസ് 2 millivolt when input is 0. ഇൻപുട്ട് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 2 millivolt ആവുന്നതാണോ? ഔട്ട്പുട്ട് സാച്ചുറേറ്റ്സ് അറ്റ് +or-2 millivolt ആണ് എന്നാണോ? അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +or-2 millivolt സാച്ചുറേറ്റഡ് ആയി നിൽക്കുന്നതാണോ? ഈ 2 millivolt ഇൻപുട്ട് ഡിഫറൻസ് ഈസ് നീഡഡ് ടു മേക്ക് ഔട്ട്പുട്ട് 0 എന്നാണ്. ഒരു 2 millivolt ഇൻപുട്ട് ഡിഫറൻസ് നമുക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഔട്ട്പുട്ട് 0 ആവുന്നതിന് വേണ്ടിയിട്ട് എന്നാണോ അതിനർത്ഥം? അതോ 2 millivolt ഈസ് മിനിമം ഇൻപുട്ട് സിഗ്നൽ എന്നാണോ അതിനർത്ഥം? എന്താണ് ഈ പറയുന്ന ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്? ഓഫ്സെറ്റ് വോൾട്ടേജ് ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് എന്ത് കൊടുത്തു അതുപോലെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത്. പക്ഷെ ചിലപ്പോൾ അതിന്റെ കൂടെ നോയ്സ് ഒക്കെ ആഡപ്പ് ആയിട്ട് നമുക്ക് വരുന്ന സമയത്ത് വേരിയേഷൻ വരാം. ആ പറയുന്ന നോയ്സ്, അഡീഷണൽ നോയ്സ് വന്നതിന് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ DC വോൾട്ടേജ് which is required between inputs to make the
ഔട്ട്പുട്ട് എക്സാക്ട്ലി 0 ഇൻ എ റിയൽ ഒപ്പാമ്പ്. ഒരു റിയൽ ഒപ്പാമ്പിൽ ഇൻപുട്ട് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ഇൻപുട്ട് വല്ലതും കൊടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടാനും പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആ പറയുന്ന ഐഡിയൽ കണ്ടീഷനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ആവുന്നതും അതിൽ വരുന്ന ആ എക്സ്ട്രാ വേരിയേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതിനെയാണ് ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. 2 millivolt ഇൻപുട്ട് ഡിഫറൻസ് ഈസ് നീഡഡ് ടു മേക്ക് ഔട്ട്പുട്ട് 0. ആ പറയുന്ന ഔട്ട്പുട്ട് 0 ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന 2 millivolt ഇൻപുട്ട് ഡിഫറൻസ് നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതാണ് എന്ത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. അപ്പൊ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് 2 millivolt കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഒരു 2 millivolt ഇൻപുട്ട് ഡിഫറൻസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഔട്ട്പുട്ട് 0 ആക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഔട്ട്പുട്ട് 0 ആക്കാൻ നമ്മൾ 2 millivolt കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് 0 ആയിട്ട് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, if the gain bandwidth product of an op amp is 1 megahertz, what is the gain at 10 kilohertz എന്നാ ചോദിക്കണം. ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് ഓഫ് op amp എന്ന് പറയുന്നത് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 1 megahertz ആണ്. ഓക്കെ, അപ്പോൾ അറ്റ് 10 കിലോഹെർട്സിൽ ഗെയിൻ എന്താണെന്നാ ചോദിക്കുന്നത്. അപ്പൊ ഗെയിനും ബാൻഡ്വിഡ്ത്തും ഒക്കെ കൂടെ നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത് ഗെയിൻ ഈസ് ഈക്വൽ ടു ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിൻ കിട്ടും. ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ 1 മെഗാഹെർട്സ് ആണ്. ഡിവൈഡ് ബൈ ഇതിലെ ഗെയിൻ എന്ന് പറയുന്നത് 10 കിലോഹെർട്സ് ആണ്. 10 ക്യൂബ്. ഓക്കെ, അപ്പൊ ഇത് 10⁴ വരും. അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി 10 സ്ക്വയറാ വരാം, വിച്ച് ഈസ് ഈക്വൽ ടു 100 ആണ് നമ്മൾക്ക് ഗെയിൻ വരാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റും ഫ്രീക്വൻസിയും തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഗെയിൻ ഈസ് ഈക്വൽ ടു ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ചെയ്താൽ മതി. അപ്പോൾ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 എന്നതിന്റെ ആൻസർ കിട്ടും. അടുത്തത്, ഇൻ an RC ഡിഫറൻഷ്യേറ്റർ കപ്പാസിറ്റർ. ഒരു RC ഡിഫറൻഷ്യേറ്ററിൽ കപ്പാസിറ്റർ എന്താണ് ചെയ്യുക? ചാർജ് എക്സ്പോണൻഷ്യലി അറ്റ് എ റേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ RC ടൈം കോൺസ്റ്റന്റ് ആണോ? ചാർജ് എക്സ്പോണൻഷ്യലി അറ്റ് എ റേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻപുട്ട് വോൾട്ടേജ് ആണോ? ചാർജ് when the input voltage is decreasing ആണോ? ചാർജ് ടു അപ്രോക്സിമേറ്റ്ലി ഓൺ ടൈം കോൺസ്റ്റന്റ് ആണോ? ഒരു RC ഡിഫറൻഷ്യേറ്റർ എന്ന് പറയുന്ന സമയത്ത് അത് എന്തിനാണ്? നമ്മൾക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത് അതിന് ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾക്ക് സാധാരണ ഈ പറയുന്ന RC ഡിഫറൻഷ്യേറ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫിഗർ എങ്ങനെയാ വരിക? ഇതില് RC ഡിഫറൻഷ്യേറ്റർ വരുമ്പോൾ നമുക്ക് എങ്ങനെയാ വരുന്നത്? ഇങ്ങനെയാണ് ഫിഗർ വരിക അല്ലെ. ഇങ്ങനെയാണ് നമ്മുടെ ഡിഫറൻഷ്യേറ്റർ. ആക്ട്സ് ആസ് എ ഹൈ പാസ് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ കപ്പാസിറ്ററിന്റെ അക്രോസ് നമുക്ക് വരുന്ന ഐസിന്റെ വാല്യൂ എന്ന് പറയുന്നത് C ഇൻറ്റു dV/dt, dVc ഡിവൈഡ് ബൈ dt ആണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ മെയിൻ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം വരെ RC കോൺസ്റ്റന്റ് വാല്യൂ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന RCന്റെ വാല്യൂ നമ്മൾ പരമാവധി സ്മോൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോ എന്ത് പറ്റും? ഇപ്പൊ ചാർജ് എക്സ്പോണൻഷ്യലി അറ്റ് എ റേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ RC ടൈം കോൺസ്റ്റന്റ് ആണ് വരിക. ബാക്കിയുള്ള ഒന്നും വരില്ല. മെയിൻ ആയിട്ട് RC ടൈം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന കപ്പാസിറ്റർ ചാർജിങ് എക്സ്പോണൻഷ്യലി നടക്കും. അതിന്റെ ചാർജിങ് എക്സ്പോണൻഷ്യലി ആയിട്ട് നടക്കും. അതാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കപ്പാസിറ്ററിന് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. കപ്പാസിറ്റർ എന്ത് ചെയ്യും? കപ്പാസിറ്റർ വിൽ opposes the sudden changes in the capacitor will opposes the sudden changes in voltage across it. അതാണ് കപ്പാസിറ്റർ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ. നമുക്കറിയാം RC ഡിഫറൻഷ്യേറ്ററും RC ഇന്റഗ്രേറ്ററും ഉണ്ട് അല്ലെ. ഇതിന്റെ കമ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RC ഇന്റഗ്രേറ്റർ ആവും. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് അവിടെ കിട്ടുക. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് ഡിഫറൻഷ്യേറ്ററിന്റെ കിട്ടുക. ഓക്കെ, കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഡിഫറൻഷ്യേറ്റർ മാറ്റി ഇപ്പൊ സൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ഔട്ട്പുട്ട് ആവും. ട്രയാങ്കിൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടെ അതിന്റെ കൂടെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾക്ക് ഈ ഒരു മാരത്തോൺ സെഷനിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലുള്ളത്. ഇനി ഒരു 4 സെഷനും കൂടെ
ഇതിന്റെ എണ്ണം. താങ്ക് യു.